വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മാനന്തവാടിയിൽ നിന്ന് 24 OBT അംഗം ജസ്റ്റിൻ തിരുനെല്ലി കൂടി ചേരുകയാണ്. ജസ്റ്റിൻ, ഈ പ്രദേശത്തെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റിൻ, ഈ പ്രദേശത്ത് സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകാറുള്ളതാണോ? കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇത് രണ്ടാമത്തെ ആനയാണ് ജനവാസ മേഖലയിൽ റേഡിയോ കോളർ പിടിപ്പിച്ച കർണാടകയുടെ ആന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വന്ന ആനയെ തുരത്തി കർണാടകയിലേക്ക് കൊണ്ടുപോയി അത് മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം അന്ന് തന്നെ നിർദ്ദേശമുണ്ടായിരുന്നതാണ് ഒരു റേഡിയോ കോളർ പിടിപ്പിച്ച ആന വീണ്ടും ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അത് CCFന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമാണ്. ആ ആനയെ തുരത്താൻ സാധിക്കാത്തതാണ് ഇന്ന് ഒരാൾ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ ആന നിലവിൽ എവിടെയാണെന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ പ്രദേശവാസികളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ടോ? നിലവിൽ ചെറൂർ, പയ്യമ്പള്ളി ചെറൂർ, മാനന്തവാടി നഗരസഭയിലെ മാനന്തവാടി ചെറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിലവിൽ ആനയുള്ളത്. ഏകദേശം ഈ കൊല്ലപ്പെട്ട ആളുടെ വീടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പൊ ചെറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആന സ്ഥിതി ചെയ്യുന്നത്. ജനനിബിഡമായ പ്രദേശമാണോ? എന്താണ് ആ പ്രദേശത്തിന്റെ ഒരു ജനവാസ കേന്ദ്രമാണ്. മാനന്തവാടി നഗരസഭയിലെ ഏറ്റവും ജനനിബിഡമായ സ്ഥലത്താണ് ഇപ്പൊ നിലവിൽ ആനയുള്ളത്. എന്തൊക്കെ ഹലോ, ജസ്റ്റിൻ കേൾക്കാമെങ്കിൽ, മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ആശുപത്രിയിൽ വലിയ പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ വിഷയത്തിന് പല മാനങ്ങളുണ്ട്. പല ഭാഗത്ത് ഇപ്പോൾ ആനയുടെ വശം പറയുന്ന സ്നേഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മൾ തണ്ണീർക്കോമൻ്റെ കാര്യത്തിൽ അത് കണ്ടതാണ്. വനം വകുപ്പിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ്. ഇതിനെ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ അധികൃതർ തന്നെ തീരുമാനമെടുക്കണം. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം അത് വലിയ രീതിയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴവിടെ ഉള്ളത്? ജനങ്ങൾ മരിച്ച കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകണം, 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് റോഡ് ഉപരോധം നടത്തുന്നത്. ഏകദേശം 500ഓളം ആളുകളുണ്ട് മാനന്തവാടി ഗാന്ധി പാർക്കില് പ്രതിഷേധമായിട്ട് ഉള്ളത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിലും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയം മുൻപുണ്ടായ വിഷയങ്ങളെക്കാൾ വ്യത്യസ്തമായി ശക്തമായ ഒരു രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റിൻ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവവും ഇന്നത്തെ സംഭവവും എല്ലാം ഉൾപ്പെടെ ഈ വയനാട്ടിലെ ജനങ്ങൾ വലിയ ഭീതിയിലായിരിക്കുമല്ലോ. എന്തൊക്കെ മുൻകരുതലുകളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇരുട്ടിയതിന് ശേഷം പുറത്തിറങ്ങാൻ പോലും ഇപ്പോൾ ഭയക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലേ? നേരം വെളുത്ത് ഏത് മൃഗത്തിന് മുന്നിലാണ് പെടുന്നത് എന്നുള്ള ആശങ്കയിലാണ് വയനാട്ടിലെ പ്രത്യേകിച്ച് മാനന്തവാടി മേഖലയിലെ ആളുകൾ. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു, തോൽപ്പെട്ടിയിലെ പരിക്കേറ്റിരുന്നു. അയാളിപ്പോൾ മെഡിക്കൽ കോളേജിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലാണ് നിലവിലുള്ളത്. അതേ ദിവസം തന്നെ രാവിലെ ആണ് കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയേക്കുന്നത്. ഇത് കർണാടകയുടെ ആനയാണ്. മുൻപ് ഇറങ്ങിയ ആനയേക്കാൾ വ്യത്യസ്തമായിട്ട് ആക്രമണകാരിയായ ആനയാണ്. ജസ്റ്റിൻ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും. ജസ്റ്റിൻ തിരുനെല്ലിയാണ് മാനന്തവാടിയിൽ നിന്ന്, നമ്മുടെ 24 OBT അംഗമാണ് ജസ്റ്റിൻ തിരുനെല്ലി. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ജസ്റ്റിൻ പറയുകയായിരുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അത് മരിച്ചയാളുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ശാശ്വതമായ പരിഹാരം വീഴ്ച വന്നിട്ടുണ്ട് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്നുള്ള രീതിയിൽ പ്രതിഷേധം ആവുകയാണ് അവിടെ.
കഴിഞ്ഞ 7-8 തീയതികളിൽ പടമല പെരുന്നാളായിരുന്നു. ആ പെരുന്നാൾ കഴിഞ്ഞു പോയിരുന്ന ആളുകൾ പലപ്പോഴും ഈ ആനയെ കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം വനം വകുപ്പിന് നേരത്തെ കൈമാറിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ പറയുന്നത്. പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ അത്തരത്തിലാണ്. എന്നിട്ട് പോലും വനം വകുപ്പ് അതിനെ തുരത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഈ വനം വകുപ്പിനെ സംബന്ധിച്ച് ഇതിന്റെ ട്രാക്കിംഗ് എത്രത്തോളം സുഗമമായ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം. ഒരാളുടെ മരണത്തിലേക്ക് ഇതെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായ ഒരു സ്ഥിതി, ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കാരണം ഇതിന്റെ ട്രാക്കിംഗ് സുഗമമായി നടക്കാത്തതാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ. കാരണം പല ഘട്ടങ്ങളിലും ജനവാസ മേഖലയിൽ ഈ ആന ഇറങ്ങുന്നു എന്നുള്ള തരത്തിൽ ഈ നേരത്തെ തന്നെ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഇത് മോഴയാനയാണ് എന്നുൾപ്പെടെയുള്ള കാര്യം നോർത്തേൺ CCF വാർത്താ സമ്മേളനം വഴി അറിയിച്ചതാണ്. ആ സമയത്ത് ഈ ആന പാതിരി ഡിവിഷനിൽ, അതായത് സൗത്ത് വയനാട് ഡിവിഷന് കീഴിലുള്ള പാതിരി വനമേഖലയിലാണ് ഉള്ളത്. അത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആന അപകടകാരിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കോൺഫ്ലിക്റ്റ് ആനിമലിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആനയാണ്. പ്രാദേശികമായി ഈ ആന ഈ കർണാടകയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ മോഴയാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുകയും ആ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം വനത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്തത്. എന്നാൽ വനാതിർത്തി കടന്ന് കേരളത്തിന്റെ ഭാഗമായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും കൈമാറാൻ വേണ്ടി കർണാടക വനം വകുപ്പ് തയ്യാറായില്ല. 3 തവണയാണ് ഇതിന്റെ റേഡിയോ കോളറിന്റെ വിശദാംശങ്ങൾ തേടി കേരള വനം വകുപ്പ് കർണാടക വനം വകുപ്പിന് കത്ത് നൽകിയത്. അത് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടുള്ളതാണ്. എന്നാൽ റേഡിയോ കോളറിന്റെ ആന്റിനയും റിസീവറും നൽകിയാൽ മാത്രമേ ട്രാക്കിംഗ് സുഗമമാകുകയുള്ളൂ. അത്തരത്തിലുള്ള ട്രാക്കിംഗ് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് എത്താനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും ആളുകളുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. ആളുകളെ സംബന്ധിച്ച് വനം വകുപ്പിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ നിലവിൽ ആ പ്രതിഷേധം നഗരഹൃദയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗാന്ധി പാർക്കിന് മുന്നിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് ഉപരോധം അടക്കം 500-ലധികം മനുഷ്യർ അവിടെയുണ്ട്. അവർ തമ്പടിച്ചുകൊണ്ട് റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ഈ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ജോലി മാത്രമല്ല 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. വേഗത്തിൽ തീരുമാനിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതാനും നാളുകളായി തന്നെ ഈ ഒരു അവസ്ഥ വയനാടിനെ സംബന്ധിച്ചുണ്ട്. വയനാടിന്റെ മേഖലയിൽ ആനയായും പുലിയായും കടുവയായും കാട്ടുപന്നിയായും കാട്ടുപോത്തായും എല്ലാം തന്നെ ഇവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക്, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. നേരത്തെ ഒരാൾ മരിച്ച്, ലക്ഷ്മണൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ ഒരു തോട്ടത്തിനകത്ത് വെച്ചാണ് മരിക്കുന്നത്. തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വനമേഖലയിൽ നിന്ന് ആന ഇറങ്ങി വന്ന ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് അധിക ദിവസമായിട്ടില്ല. അതിനുശേഷം മറ്റൊരു മരണ വാർത്ത കൂടി പുറത്തു വരുന്നു. എന്തായാലും ഇത് ദുഃഖകരമായ സംഭവം. പക്ഷേ ശാശ്വതമായ രീതിയിലുള്ള പരിഹാരം വയനാടിനെ സംബന്ധിച്ച് വേണം എന്നുള്ള ആവശ്യമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയരുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പന്റെ ഒരു അനുഭവമുണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ ആകസ്മികമായാണ് ഈ വയനാടിന്റെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആദ്യം എടവക പഞ്ചായത്ത്, അതിനുശേഷം മാനന്തവാടി നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ആന വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചു. ആ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാകാത്ത സ്ഥിതി വന്നപ്പോഴാണ് വനം വകുപ്പിനെ മയക്കുവെടി വെക്കേണ്ടി വന്നത്. ആ ആന മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെതിരെ പോലും വിമർശനം ഉയർന്നു. പക്ഷേ വനം വകുപ്പിനെ സംബന്ധിച്ച് അത് മയക്കുവെടി വെക്കുകയല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് മയക്കുവെടി വെക്കേണ്ടി വന്നത്. ഒരു വിഭാഗം മൃഗസ്നേഹി സംഘടനകളെന്ന് അവകാശപ്പെടുന്ന ആളുകളെല്ലാം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ വയനാടിന്റെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതും വയനാടിന്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നതും ഒരുപക്ഷെ മനുഷ്യരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പ്രതിഷേധവുമായി ആളുകൾ മുന്നോട്ട് പോവുകയാണ്. അത് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം മരിച്ച കുടുംബത്തിന് നൽകണം, മരിച്ചയാളുടെ അജിയുടെ കുടുംബത്തിന് നൽകണം. മാത്രമല്ല സർക്കാർ ജോലി എന്നുള്ള കാര്യത്തിലും ഇവർ ഈ മുദ്രാവാക്യമായി തന്നെ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ് ആളുകൾ. സുർജിത്ത് ഇന്നലെ അർദ്ധരാത്രി പോലും വയനാട്ടിൽ നിന്ന് വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത ഉൾപ്പെടെ സുർജിത്ത് നൽകിയതാണ്. പലപ്പോഴും ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ സർക്കാർ ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് വഴങ്ങുകയും അതോടെ ആ പ്രശ്നം തീരുകയുമാണ്. പക്ഷേ എന്നാൽ വീണ്ടും വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെയാകും? ഇതിന്റെ ശാശ്വത പരിഹാരം
പറയുന്നത് ഈ ആളുകൾ ഉന്നയിക്കുന്നത് ഈ കാടും നാടും തമ്മിലുള്ള ഒരു വേർതിരിവ് കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ ആളുകൾ ഉന്നയിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വനാതിർത്തികളിൽ പല തരത്തിലും പല അതിർത്തി പ്രദേശങ്ങളിലും ഈ കൃത്യമായ രീതിയിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല. മാത്രമല്ല റെയിൽ ഫെൻസിംഗ് ഭാഗികമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൽമതിൽ എന്നുള്ളത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ഭാഗത്തും ഗ്യാപ്പുകളുണ്ട്. മാത്രമല്ല ഇതെല്ലാം തകർത്തുകൊണ്ട് മറികടന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. മാത്രമല്ല കാട്ടാനകൾക്ക് മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങൾ ഇതുപോലെ കടന്നു വരികയാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ വനവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതായത് പല അധിനിവേശ സസ്യങ്ങൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് വനമേഖലയെ. മാത്രമല്ല തേക്ക് അടക്കമുള്ള പ്ലാന്റേഷനുകളിലേക്ക് വനം വഴി മാറിയിട്ടുണ്ട്. യൂക്കാലിപ്റ്റസും ഗ്രാൻഡിസും അടക്കമുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി സെന്ന എന്ന് പറയുന്ന നോർത്ത് അമേരിക്കയുടെ ഭാഗമായുള്ള ഒരു സസ്യമാണ്. ആ സസ്യം ഇതിന്റെ വയനാടൻ കാടുകളുടെ ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് പടർന്നുകൊണ്ട് മറ്റ് വന്യജീവി സംഘം നാഗർഹോളയിലേക്കും തോൽപ്പെട്ടിയിൽ നിന്നും നാഗർഹോളയിലേക്കും മുത്തങ്ങയിലേക്കും അതോടൊപ്പം തന്നെ ബന്ദിപ്പൂരിലേക്കും നീലഗിരിയുടെ ഭാഗമായ പ്രദേശങ്ങളിലേക്കും മുതുമലയിലേക്കും എല്ലാം തന്നെ ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി. വനത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ വനത്തിന്റെ ജൈവികതയെ, സ്വാഭാവികതയെ, ആവാസ വ്യവസ്ഥയെ എല്ലാം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ഈ സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ പാളിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വനത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വനത്തിനകത്ത് ഈ മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാകണം. അത്തരത്തിൽ ജീവിക്കാനുള്ള പശ്ചാത്തലത്തിന്റെ അഭാവം. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഈ സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ വിവിധ വിഷയങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടി വരുന്നത്. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദുരന്ത വാർത്ത എത്തുമ്പോൾ തീർച്ചയായും അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. അതിൻ്റെ പ്രതിഷേധം അവിടെ അങ്ങനെ കനത്തു വരികയാണ്, ശക്തമായി വരികയാണ്. കൂടുതൽ ആളുകൾ ആ പ്രതിഷേധത്തിനായി അവിടെ നഗരഹൃദയത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.